السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിരോധനങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമെന്നും അനുസരിക്കണമെന്നും എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം നമുക്ക് പരിപൂർണമാക്കി തന്നിരിക്കുകയാണ്. ഇസ്ലാം പരിപൂർണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അള്ളാഹു പരിപൂർണമാക്കി. ഇനി അതിലേക്ക് എന്തെങ്കിലും കൂട്ടാനോ അതിലുള്ള എന്തെങ്കിലും കുറക്കാനോ നമുക്ക് അവകാശമില്ല. ആ രൂപത്തിൽ പരിപൂർണമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളാവട്ടെ, കർമ്മങ്ങളാവട്ടെ, ആചാരങ്ങളാവട്ടെ, അനുഷ്ഠാനങ്ങളാവട്ടെ എല്ലാം വ്യക്തവും സ്പഷ്ടവുമാണ്. ഒന്നും തിരിയാത്ത, ആർക്കും മനസ്സിലാവാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഈ മേഖല എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തിരിയാത്ത രീതിയിൽ ഇസ്ലാം ഒന്നും ഇട്ടേച്ചിട്ടില്ല. ഏതൊരു മേഖല എടുത്തു നോക്കിയാലും ആ മേഖലയിൽ ഒരു മുസ്ലിം എങ്ങനെ വർത്തിക്കണമെന്നും ഒരു മുസ്ലിം ആ മേഖലയിൽ അവന്റെ നിലപാട് എങ്ങനെ ആവണമെന്നും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വ്യക്തമായി സഹാബാക്കളെ പഠിപ്പിച്ചു. സഹാബാക്കൾ മനസ്സിലാക്കി, അവർ കൈമാറി വന്നു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ. ഇവിടെ ഇസ്ലാമിൽ അള്ളാഹു ദീനായിട്ട് പഠിപ്പിക്കാത്തത്, ദീനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തരാത്തത്, സഹാബാക്കൾ കാണിച്ചു തരാത്തത്, അവരിൽ നിന്നും മാതൃകയില്ലാത്തത് ഒരു കാലവും ദീനല്ല. ഒരു കാലവും ദീനല്ല. അത് കാലം എത്ര മാറിയാലും, സംസ്കാരങ്ങൾ എത്ര വ്യത്യാസമായാലും, യുഗങ്ങൾ എത്ര മാറി മറിഞ്ഞാലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സംസ്കാരവും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അതന്ന് സഹാബാക്കൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും പഠിച്ചതും മനസ്സിലാക്കിയതും അവർ നമുക്ക് കാണിച്ചു തന്നതും തന്നെയാണ്. കാലം എത്ര മാറിയാലും പരിശുദ്ധമായ ഖുർആനിനെ സഹാബാക്കൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതിന്റെ അപ്പുറത്തേക്ക് മനസ്സിലാക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല. ഹദീസിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിന്നും ഹദീസിനെ കേൾക്കുകയും
ആ ഹദീസിനെ മനസ്സിലാക്കുകയും ആ ഹദീസിനെ ജീവിക്കുകയും അത് പഠിപ്പിച്ചു തരികയും ചെയ്ത സഹാബാക്കൾ, അവരെക്കാൾ മികച്ച് ആ ഹദീസിനെ മനസ്സിലാക്കേണ്ടവർ ഇനിയില്ല. ആ രൂപത്തിൽ കൃത്യമാണ് ദീൻ, ഭദ്രമാണ് ദീൻ. ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് തോന്നുന്ന ഇതങ്ങനെയായ ശരിയാവൂലല്ലോ, കുറച്ചും കൂടി നല്ലത് ഇങ്ങനെയല്ലേ എന്ന് തോന്നൽ അബദ്ധമാണ്. അവന്റെ ബുദ്ധിക്ക് എന്തോ പ്രശ്നമുണ്ട്, അവന്റെ ബുദ്ധിക്ക് എന്തോ പ്രശ്നമുണ്ട്. സലീമായ ബുദ്ധി, പൂർണ്ണമായ ബുദ്ധി, നോർമലായ അവസ്ഥ ഒരിക്കലും തന്നെ സ്വഹീഹായ തെളിവിന് എതിരാകൂല, ആവൂല. ഖുർആനിനെതിരാവൂല, ഹദീസിനെതിരാവൂല. അവൻ ചിന്തിച്ചിട്ട് ആ ഹദീസിന്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ആശയത്തെ അവന് മനസ്സിലാകുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എങ്കിൽ പ്രശ്നം ഹദീസിനല്ല, പ്രശ്നം അവന്റെ ചിന്തക്കാണ്. ആ ഹദീസ് ഉൾക്കൊള്ളാൻ പാകത്തിന് അവന്റെ ബുദ്ധിയും അവന്റെ പക്വതയും അവന്റെ പാകതയും വളർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് ദീന്, സഹാബാക്കൾ മനസ്സിലാക്കിയതാണ് ദീന്. പുതുതായിട്ടൊന്നും കൊണ്ടുവരാൻ ആർക്കും പെർമിഷൻ ഇല്ല. എന്നിരിക്കെ പ്രിയപ്പെട്ടവരെ, ആഘോഷങ്ങൾ ഇന്ന് നമുക്ക് വലിയ ഹരമാണ്, മനുഷ്യന്റെ പ്രകൃതമാണ്. സന്തോഷത്തോടും ആഹ്ലാദത്തോടും മനുഷ്യൻ വല്ലാതെ അങ്ങ് ആവേശത്തോടു കൂടി മുമ്പോട്ട് പോകുന്നവരാണ്, അന്നും ഇന്നും ഏതൊരു കാലഘട്ടത്തിലും അതങ്ങനെ തന്നെയാണ്. ആഘോഷങ്ങൾ ആഘോഷിക്കുക, എന്തിനേയും ആഘോഷമാക്കുക. എന്നാൽ ആഘോഷങ്ങളെ ഇസ്ലാം സമീപിച്ചത് എങ്ങനെ നമ്മൾ അറിയണ്ടേ? എന്തിനേയും ആഘോഷമാക്കാൻ നമുക്ക് പെർമിഷൻ ഉണ്ടോ? അറബിയിലെ ഈദ് എന്ന് പറയും അല്ലെ, ഈദ് നമുക്കറിയാം ആ വാക്ക്. അതിന്റെ ബഹുവചനം അയ്യാദ്, ആഘോഷങ്ങൾ. അപ്പൊ ഈദ് എന്നതിനെ ഏതെങ്കിലും ഒരു ദിനത്തെ, ഏതെങ്കിലും ഒരു സമയത്തെ, ഏതെങ്കിലും ഒരു സ്ഥലത്തെ പ്രത്യേകമാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ കാര്യത്തെ ആഘോഷമാക്കുക എന്നുള്ളതിൽ ഇസ്ലാം എന്ത് പറയുന്നു? അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വാക്ക് പല രൂപത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, ആഘോഷത്തിന്റെ ദിവസം തന്നെ, ആളുകൾ ഒരുമിച്ച് കൂടുന്ന ആഘോഷത്തിന്റെ ദിവസം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ കളിക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് തടഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരെ വിട്ടേക്ക്, അവർ കളിക്കട്ടെ. ഇന്ന് നമ്മളുടെ ഈദിന്റെ ദിവസമാണ്, പെരുന്നാളിന്റെ ദിവസമാണ്, അതുകൊണ്ട് അവരെ വിട്ടേക്ക്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തത്തഖിദു ഖബരി ഈദ, എന്റെ ഖബർ നിങ്ങൾ ഈദാക്കരുത്, അത് മക്കാന, ആ സ്ഥലത്തെ നിങ്ങൾ എന്താക്കരുത്, ഈദാക്കരുത്, ആഘോഷാക്കരുത്. അപ്പം ഏതെങ്കിലും സമയത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഈദാവാം, ഏതെങ്കിലും സമാനിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഈദാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും മക്കാനിനെ ഉദ്ദേശിച്ചുകൊണ്ട്, ഏതെങ്കിലും സ്ഥലത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഈദാവാം. ഈ രൂപത്തിലൊക്കെ ഹദീസുകളിലും മറ്റും ഈദ് എന്ന പ്രയോഗം വന്നിട്ടുണ്ട്. യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ഈദായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങളുടെ ഈദാണ് യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആഘോഷങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നു. ആഘോഷം എങ്ങനെയാവണം, എന്താണ് ഒരു മുസ്ലിമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ച ആഘോഷം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ, ഖദിമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, മദീനയിലേക്ക്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ, വലഹും യൗമാൻ യൽഅബൂന ഫീഹിമാ, മദീനക്കാർക്ക് 2 ദിവസം ഉണ്ടായിരുന്നു, അവർ ആ ദിവസത്തിൽ ആഘോഷിക്കുമായിരുന്നു. അവർക്ക് ആഘോഷമുള്ള 2 ദിവസങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ലഖദ് അബ്ദലകുമുല്ലാഹു ബിഹിമാ ഖൈറൻ മിൻഹുമാ, ഈ 2 ദിവസത്തേക്കാൾ നല്ല 2 ദിവസങ്ങൾ ഇതിന് പകരമായി അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അത് ഏതൊക്കെയാണ്? ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്ർ. അപ്പൊ 2 ആഘോഷങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളെ പഠിപ്പിച്ച 2 ആഘോഷം.
ആഘോഷമായി ഈദായിട്ട് നമ്മളെ പഠിപ്പിച്ച രണ്ട് ആഘോഷം. അത് ഒന്ന് ഈദുൽ അദ്ഹയാണ്, മറ്റൊന്ന് ഈദുൽ ഫിത്റാണ്. ഈ ഈദ് എന്ന് പറയുന്ന ആ വാക്കിനർത്ഥം ആവർത്തിച്ച് വരുന്നത് എന്ന്. എല്ലാ വർഷവും ആവർത്തിച്ച് വരിക, അതാണ് ആ വാക്കിന്റെ അർത്ഥം, ലഫ്ദിന്റെ അർത്ഥം. ഈദ്, അയ്യാദ് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് വരുന്നത് എന്ന. പെരുന്നാൾ ആവർത്തിച്ച് വരുന്നതാണ്. പക്ഷെ പെരുന്നാൾ ഒരു ദിവസം പ്രത്യേകമായിട്ട് നമ്മൾ ആ ദിവസത്തെ പ്രത്യേകമായി കാണുന്നു, പുണ്യമുള്ള ദിവസമായി കാണുന്നു. എന്നിട്ട് ആ ദിവസത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ സന്തോഷിക്കുന്നു, ആ ദിവസത്തിൽ പ്രത്യേകമായ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു, ആ ദിവസത്തിൽ പ്രത്യേകമായ നിയത്തോടു കൂടി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഈദ ആഘോഷമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച രണ്ട് ആഘോഷം, ഒന്ന് ഈദുൽ ഫിത്ർ, ഒന്ന് ഈദുൽ അദ്ഹ. ഇനി ആഘോഷം എന്നുള്ള ആ ഒരു പരിപാടി, അതിന്റെ അസ്ൽ എന്താണ്? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ ചോദിക്കും, ഇത് ആഘോഷിക്കാൻ പറ്റുമോ, ഇന്നത് ആഘോഷിക്കാൻ പറ്റുമോ? അല്ലെ, നമുക്ക് ഒരുപാട് സംശയങ്ങളാണ്. എന്താണ് ക്രിസ്മസിന് ഒരു കേക്ക് മുറിച്ചാൽ? എന്താണ് ഓണത്തിന് ഒരു ചോറ് തിന്നാൽ? എന്തുകൊണ്ടാണ് നമുക്ക് ആനിവേഴ്സറി ആഘോഷിച്ചാൽ? എന്തുകൊണ്ടാണ് നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റാത്തത്? തുടങ്ങി ഓരോന്നിനും നമുക്ക് സംശയം. ഇവിടെ മനസ്സിലാക്കേണ്ടത് അൽ അസ്ലു ഫിൽ അഅയാദി അത്തൗഖീഫ്. ആഘോഷങ്ങളുടെ അടിസ്ഥാനം തൗഖീഫാണ്. തൗഖീഫ് എന്ന് പറഞ്ഞാൽ ശരീഅത്ത് ആഘോഷമായി പഠിപ്പിച്ചതല്ലാതെ രണ്ടാമത്തെ ഒന്നിനെ ആഘോഷമാക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല. തൗഖീഫ് എന്ന് പറഞ്ഞാൽ ലാ മജാലൽ ഇജ്തിഹാദ്, ഇജ്തിഹാദിന് മജാൽ ഇല്ലാത്തതിനാണ് തൗഖീഫ് എന്ന് പറയാം. അല്ലാഹുവും റസൂലും പറഞ്ഞത് എന്താണോ അത്, അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച് ആക്കാൻ പറ്റാത്തതിനാണ് തൗഖീഫ് എന്ന് പറയാം. അപ്പം അൽ അസ്ലു ഫിൽ അഅയാദ്, ആഘോഷങ്ങളുടെ അടിസ്ഥാനം അത് തൗഖീഫിയ. ഇപ്പൊ ഇന്നത് ആഘോഷിക്കാൻ പറ്റുമോ, ഇന്നത് ആഘോഷിക്കാൻ പറ്റുമോ പ്രത്യേകം ചോദിക്കണ്ട. ശരീഅത്ത് ആഘോഷമായി പഠിപ്പിച്ചത് ആഘോഷിക്കാം, ഖലാസ്. ശരീഅത്ത് ആഘോഷമായി പഠിപ്പിച്ചത് ആഘോഷിക്കാം, അതല്ലാത്തത് ആഘോഷമാക്കാൻ പാടില്ല. ഉദാഹരണം, നബിദിനം, മൗലിദുൻ നബി ആഘോഷമാക്കുകയാണ്. പ്രത്യേകമായ ഒരു ദിവസത്തിന് പ്രത്യേക കൽപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും ആ ഒരു ദിവസത്തെ, ആ ഒരു മാസത്തെ പ്രത്യേകമായി കണ്ട്, പുണ്യമായി കണ്ട് അതിനെ ഈദ് ആക്കാണ്. അയ്യ യൗമിൻ യത്തഖിദു الناس ഈദൻ വലാ ദലീല അലാ ഈദിയ്യതിഹി, ഏതൊരു ദിവസവും ജനങ്ങൾ അതിനെ ആഘോഷമാക്കുന്നു. വലാ ദലീല അലാ ഈദിയ്യതിഹി, അതിന്റെ ആഘോഷത്തിന്, അത് ഈദാക്കാൻ ഒരു തെളിവുമില്ല എങ്കിൽ ഫഹുവ ദാഖിലുൻ തഹ്ത ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. അതേപോലെ തന്നെ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ഈ ഹദീസുകളിലൊക്കെ അത് പെടും. ഒന്ന്, എല്ലാ ബിദ്അത്തും പുതുതായി ഉണ്ടാക്കിയതും ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തും ളലാലത്താണ്. മറ്റൊരു ഹദീസ്, നമ്മുടെ ഈ ദീനിൽ ആരെങ്കിലും പുതുതായി എന്തെങ്കിലും കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയേണ്ടതാണ്. അപ്പം ആഘോഷങ്ങളുടെ അടിസ്ഥാനം എന്താണ്? ആഘോഷിക്കാൻ പാടുണ്ടെന്ന് വെച്ചാൽ ഇല്ല, ശരീഅത്ത് പഠിപ്പിച്ച ആഘോഷമല്ലാതെ. അതാണ് അടിസ്ഥാനം. ഫസ്റ്റ് നമ്മളെ മറുപടി അതാണ്. ആഘോഷിക്കാൻ പാടുണ്ടെന്ന് വെച്ചാൽ ഇല്ല, എല്ലാ ആഘോഷവും തെറ്റാണ്, ഖുർആനും സുന്നത്തും പഠിപ്പിച്ച ആഘോഷമല്ലാതെ. അഹ്ലുസുന്നത്തി വൽ ജമാഅ ആഘോഷത്തെ രണ്ടായിട്ട് തരംതിരിച്ചു. ഇൻദ അഹ്ലുസുന്നത്തി വൽ ജമാഅ അൽ അഅയാദു യൻഖസിമു ഇലാ ഖിസ്മൈൻ, രണ്ടായി തരംതിരിച്ചു ആഘോഷങ്ങളെ. ഒന്ന്, അതിന്റെ ഖുസൂസിയത്തിന്റെ ഭാഗമായിട്ട്, അതായത് പ്രത്യേകമാക്കുക എന്നർത്ഥത്തിൽ രണ്ടാക്കി. ഒന്ന് തഖ്സീസുൻ തഅബ്ബുദി, ആരാധനാപരമായി കൊണ്ടുള്ള ഒരു പ്രത്യേകത കൽപ്പിക്കുക. മനസ്സിലാക്കണം, ആരാധനാപരമായിട്ടുള്ള പ്രത്യേകത കൽപ്പിക്കുക. രണ്ടാമത്തത് തഖ്സീസുൻ ആദി അല്ലെങ്കിൽ ഉറഫി,
ഒരു ആദത്തായിട്ടുള്ള ഒരു തഖ്സീസ്, അല്ലെങ്കിൽ ഉറഫായിട്ടുള്ള ഒരു തഖ്സീസ്, തഅബ്ബുദി ആയിട്ടുള്ള ഒരു തഖ്സീസ് അല്ല, ഒരു ആരാധനാപരമായിട്ട് തഖ്സീസ് അല്ല. അതായത് തഖ്സീസുൻ തഅബ്ബുദി എന്ന് പറഞ്ഞാൽ കുല്ലു മൻ ഖസ്സ മകാനൻ ഔ സമാനൻ, ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു സ്ഥലത്തെയോ ഏതെങ്കിലും ഒരു സമയത്തെയോ പ്രത്യേകമായ ഒരു സമയമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു സ്ഥലമായിട്ടോ അതിനെ കണക്കാക്കുകയാണെങ്കിൽ അത് ആരാധനാപരമായ പ്രത്യേകത കൽപ്പിക്കൽ ആയി. ഉദാഹരണം, വെള്ളിയാഴ്ച ഖബർ സിയാറത്ത് ചെയ്യൽ പ്രത്യേകമായിട്ട് പുണ്യമുള്ള ദിവസമാണോ? ഇല്ല. ഖബർ സിയാറത്ത് നമുക്ക് എപ്പോഴും ചെയ്യാം. എന്നാൽ ഒരാള് വെള്ളിയാഴ്ച ദിവസത്തെ വെള്ളിയാഴ്ച ഖബർ സിയാറത്ത് ചെയ്താൽ എന്തോ പുണ്യമുണ്ട്, പ്രത്യേക പുണ്യമുണ്ട്. അതുകൊണ്ട് അയാൾ ആ ഒരു ദിവസത്തെ ഖബർ സിയാറത്തിന് വേണ്ടി പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് പ്രത്യേക ഒരു പുണ്യമുള്ള ദിവസം, വെള്ളിയാഴ്ച ഖബർ സിയാറത്ത് ചെയ്താൽ പ്രത്യേക പുണ്യമുണ്ട് എന്ന രൂപത്തിൽ ഒരാൾ ഖബർ സിയാറത്ത് ചെയ്യുകയാണെങ്കിൽ അത് തഖ്സീസുൻ തഅബ്ബുദിയായി, ഒരു ആരാധനാപരമായ ഒരു പ്രത്യേകമാക്കലായി. ആ ദിവസത്തെ അയാൾ പ്രത്യേകമാക്കി. ഇനി അത് ഉറഫിയായ ആദിയായ ഒരു പ്രത്യേകമാക്കൽ എങ്ങനെയാകുക? ഒരാൾ വെള്ളിയാഴ്ച സിയാറത്ത് ചെയ്യുന്നു, അയാൾക്ക് ആ ആഴ്ചയിൽ എല്ലാ ദിവസവും ജോലിയാണ്, അയാൾക്ക് ആകെ വെള്ളിയാഴ്ച ഫ്രീ ഉള്ളൂ. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു? ആ വെള്ളിയാഴ്ച പോയിട്ട് സിയാറത്ത് എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ചയാണ് അയാൾ എന്ത് ചെയ്യുക? ഖബർസ്ഥാനിൽ പോയി സലാം പറഞ്ഞ് സിയാറത്ത് ചെയ്ത് വരിക. ഇയാളുടേത് തഖ്സീസ് ആണ്. അയാൾ ആഴ്ചയിൽ ആ വെള്ളിയാഴ്ച ദിവസമാണ് അയാൾ എന്ത് ചെയ്യാൻ പോവാ? സിയാറത്ത് ചെയ്യാൻ പോവാ. പക്ഷെ തഅബ്ബുദിയാണോ? അല്ല, ആദിയാണ്, ഉറഫിയാണ്. അതായത് അയാൾക്ക് മറ്റു ദിവസങ്ങളിൽ എന്തില്ല? സമയമില്ല. അപ്പൊ കിട്ടുന്ന സമയം അതാണ്. ആ രൂപത്തിൽ ഉണ്ടാക്കി. അപ്പം തഅബ്ബുദിയായ തഖ്സീസാണ് ഇബാദത്താവുക, അതാണ് ഹറാമാവുക. അതാണ് നമ്മൾ ഈ പറഞ്ഞ ആഘോഷങ്ങളെ ഒരു മനുഷ്യൻ ഒരു കാര്യത്തെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ആ ദിവസത്തിനോ ആ സമയത്തിനോ അവൻ പ്രത്യേകത കൽപ്പിക്കുന്നു എന്നുള്ളതാ. അവൻ ആ ദിവസത്തിനോ ആ മാസത്തിനോ പ്രത്യേകത കൽപ്പിക്കുന്നു എന്നുള്ളതാ. അതിൽ നമുക്ക് ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, നബിദിനം. എന്തുകൊണ്ടാണ് നമ്മൾ അത് ആഘോഷമാക്കരുത് എന്ന് പറയുന്നത്? എന്തുകൊണ്ട് നബിദിനം ആഘോഷം ബിദ്അത്താണ്, അത് പാടില്ല എന്ന് നമ്മൾ ശക്തമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് പ്രത്യേകമായ ഒരു മാസത്തെ പ്രത്യേകമാക്കലാണ്. റബീഉൽ അവ്വൽ മാസത്തെ പ്രത്യേകമായി കാണലാണ്. നമ്മൾ അങ്ങനെ പ്രത്യേകമായി കാണുന്നൊന്നുമില്ല എന്ന് ചിലരെങ്കിലും പറയുന്നുണ്ടെങ്കിലും അവന്റെ ഖസ്ദ് ഖുസൂസൻ, അത് പ്രത്യേകമായിട്ട് തന്നെയാണ്. പ്രത്യേകമായിട്ടാണ് ആ മാസത്തെ കാണുന്നത്. ആ റബീഉൽ അവ്വൽ 12ന്റെ അന്നത്തെ ദിവസത്തെ അവൻ പ്രത്യേകമാക്കി. ഏത് രൂപത്തിൽ? ശരീഅത്ത് പ്രത്യേകമാക്കാത്ത ഒരു ദിവസം. ശരീഅത്തിൽ എവിടെയെങ്കിലും തെളിവുണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദിവസത്തെ പ്രത്യേകമാക്കി ഒരു ആഘോഷിക്കേണ്ട ഒരു ദിവസമായി പഠിപ്പിച്ചത് തെളിവുണ്ടോ? തെളിവുണ്ടെങ്കിൽ ഖലാസ്, പിന്നെ നമുക്ക് അവിടെ ചർച്ചയില്ല. ഏതെങ്കിലും ഒരു ഹദീസ് കൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിലെ 12ാമത്തെ ദിവസത്തിന് നബിതങ്ങൾ ജനിച്ചു എന്നത് അതൊരു താരിഖിയാണ്. നബിതങ്ങൾ ജനിച്ച ദിവസമാണ്. ശരീഅത്ത് പഠിപ്പിച്ച അള്ളാഹുവിന്റെ റസൂല് ആ ദിവസം ഞാൻ ജനിച്ചത് കൊണ്ട് ആ ദിവസത്തിന് പ്രത്യേകതയുണ്ട് എന്നും ആ ദിവസത്തിൽ നിങ്ങൾ പ്രത്യേകമായി കാണണമെന്നും അള്ളാഹു റസൂല് പഠിപ്പിച്ചില്ല. അതാണ് തെളിവ്. ഇല്ല, ആ ദിവസത്തെ പ്രത്യേകമായിട്ട് അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അത് തഅബ്ബുദിയായ ആരാധനാപരമായ ആ ദിവസത്തിന് ഒരു മഹത്വം കൊടുക്കൽ, ആ ദിവസത്തിന് പ്രത്യേകത കൊടുക്കൽ, അത് ഇബാദത്തിന്റെ ഗണത്തിലാണ് പെടുക. അൽ അഅയാദു ഇബാദാത്തുൻ ലൈസത് ആദാത്ത്. ആഘോഷങ്ങൾ അത് ഇബാദത്തിന്റെ പരിധിയിലാണ് വരിക. ആഘോഷങ്ങൾ അത് ഇബാദത്തിന്റെ പരിധിയിലാണ് വരിക, അത് ആദത്തിന്റെ പരിധിയിൽ വരൂല. അത് നമ്മളെല്ലാ വർഷവും റബീഉൽ അവ്വൽ ആകുമ്പോ ഇങ്ങനെ അങ്ങ് നടത്തുകയാണ്. എല്ലാ റബീഉൽ അവ്വൽ മാസം വരുമ്പോ നമ്മൾ വെറുതെ അങ്ങോട്ട് ഇല്ല, ആ ഇബാദത്തിന്റെ പരിധിയിലാണ് ആ ആഘോഷം വരിക. കാരണം ആ മാസത്തിന് നിങ്ങൾ പ്രത്യേകത കൊടുക്കുന്നു, ആ ദിവസത്തിന് പ്രത്യേകത കൊടുക്കുന്നു. അപ്പം ആഘോഷങ്ങളുടെ അടിസ്ഥാനം അത് ഹറാമാണ്. ആഘോഷങ്ങളുടെ അടിസ്ഥാനം ഹറാമാണ്. ഇല്ലാ മാ ദല്ലത അലൈഹി ശരീഅ.
ശരീഅത്ത് ദലീൽ ശരീഅത്ത് പഠിപ്പിച്ചതല്ലാതെ, ശരീഅത്ത് പഠിപ്പിച്ചത് മാത്രമാണ് ആഘോഷിക്കാൻ നമുക്ക് പെർമിഷൻ ഉള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരു ദിവസത്തെ പ്രത്യേകമാക്കി, ഏതെങ്കിലും ഒരു സമയത്തെ പ്രത്യേകമാക്കി, ഏതെങ്കിലും മാസത്തെ പ്രത്യേകമാക്കിയാണ് നമ്മൾ കാണുന്നത്. അതേ മാസത്തിൽ അതേ ദിവസത്തിൽ പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നമ്മൾ അതങ്ങനെ ആഘോഷിക്കുകയാണെങ്കിൽ അത് ഹറാമാണ്. ഹറാമാണ്. അതുകൊണ്ട് ഏത് ആഘോഷമായിക്കോട്ടെ, നമ്മളെ ബർത്ത്ഡേ ഒരു ദിവസത്തെ നമ്മൾ തഖ്സീസ് ചെയ്യാണ്. ആ ദിവസത്തിന് നമ്മൾ പ്രത്യേകത കൽപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകമായ ദിവസത്തിനെ നമ്മൾ ആവർത്തിക്കുകയാണ്. അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ എന്നെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഇന്ന മാസമാണെന്ന് നമ്മൾ വേറെ തീരുമാനിക്കോ? ഇല്ല. അതേ മാസത്തിൽ അതേ ദിവസത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ആഘോഷിക്കുക. അതേ ദിവസത്തിലാണ് നമ്മൾ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം രണ്ട് കാരണത്താൽ ഈ പറഞ്ഞ ശരീഅത്ത് പഠിപ്പിക്കാത്ത ആഘോഷങ്ങൾ രണ്ട് കാരണത്താൽ ബിദ്അത്താണ് എന്ന് പറഞ്ഞു. അതിൽ ഒന്ന് തശ്ബീഹും ബിൽ കുഫാർ, കാഫിരീങ്ങളോടുള്ള സാദൃശ്യപ്പെടൽ അതിലുണ്ട്. കാരണം ഈ രൂപത്തിൽ അയാദുകൾ തുടങ്ങി വെച്ചത് കാഫിരീങ്ങളാണ്, നസാറാക്കളാ. ബർത്ത്ഡേ തുടങ്ങി വെച്ചത് ആരാണ്? നസാറാക്കളാണ്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരാളുടെ ജന്മം ആഘോഷിക്കൽ എന്ന പരിപാടി ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയതിനു ശേഷം ഏതെങ്കിലും ഒരു റബീഉൽ അവ്വൽ പ്രത്യേകമായിട്ട് കണ്ട ആഘോഷം ഇല്ല. അപ്പൊ നസാറാക്കളാണ് തുടങ്ങിയത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മദിനമാണ് അവർ ആഘോഷമായി തുടങ്ങിയത്. അതുകൊണ്ട് ഒന്ന് തശ്ബീഹും ബിൽ കുഫാറാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തെ ആഘോഷമാക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് തശ്ബീഹാണ്. ആരോട്? കാഫിരീങ്ങളോടുള്ള തശ്ബീഹാണ്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു ഖൗമിനോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. അപ്പൊ ഒന്ന് തശ്ബീഹും ബിൽ കുഫാറാണ്. രണ്ടാമത്തേത് അത് മുഹ്ദസാണ്, പുതുതായി ഉണ്ടാക്കിയതാണ്, ദീനിൽ തെളിവില്ലാത്തതാണ്. ഏതെങ്കിലും പുതിയൊരു ആഘോഷത്തെ ആരെങ്കിലും കൊണ്ടുവരാണെങ്കിൽ അത് ദീനിൽ തെളിവില്ലാത്തതാണ്, ദീൻ പഠിപ്പിക്കാത്തതാണ്. അതുകൊണ്ട് അത് ഹറാമാണ്, ബിദ്അത്താണ്. രണ്ടാമത്തേത് കാഫിരീങ്ങളോട് സാദൃശ്യപ്പെടുന്നതാണ്. അപ്പൊ ഇതാണ് ആഘോഷത്തിന്റെ അടിസ്ഥാനം. അപ്പൊ ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടില്ല? പല കാരണത്താലില്ല. ഒന്ന്, ശരീഅത്ത് പഠിപ്പിച്ച ആഘോഷമല്ല. രണ്ടാമത്തേത്, ശരീഅത്ത് പഠിപ്പിച്ച ആഘോഷമല്ല എന്ന് പറഞ്ഞാൽ ആ ദിവസത്തിന് തഖ്സീസ് ചെയ്യൽ, പ്രത്യേകമായിട്ട് ആ ദിവസത്തെ കാണൽ, അത് പാടില്ലാത്തതാണ്. ആ ദിവസത്തെ കാണൽ, ആ വിഷയത്തെ കാണൽ, അത് പാടില്ലാത്തതാണ്. അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷം നമുക്ക് പാടില്ല. രണ്ടാമത്തത്, അത് ഒരു മതത്തിന്റെ ആചാരമാണ്. പൂർണ്ണമായിട്ടും ഒരു വിശദീകരണത്തിനും ആവശ്യമില്ലാത്ത രൂപത്തിൽ ഒരു മതത്തിന്റെ ആഘോഷമാണ് ക്രിസ്മസ് ആഘോഷിക്കുക എന്നുള്ളത്. ഡിസംബർ 25 ആഘോഷം. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം കണിശമായിക്കൊണ്ട് വിശ്വാസപരമായ കാര്യങ്ങളും അനുഷ്ഠാനപരമായ കാര്യങ്ങളും വളരെ കണിശമായിക്കൊണ്ട് പഠിപ്പിച്ച മതമാണ്. എവിടെയും ഇസ്ലാമിൽ എന്തില്ല? എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു തസാഹുൽ, ഒരു നിർണിതമല്ലാത്ത, വ്യക്തതയില്ലാത്ത ഒരു വിഷയവും ഇസ്ലാമിലില്ല. ഡിസംബർ 25 അന്ന് മറ്റൊരു മതത്തിന്റെ ആഘോഷമാണ് എന്നത് മാത്രമല്ല, അള്ളാഹുവിനെ കോപിപ്പിക്കുന്ന, അള്ളാഹു ഏറെ വെറുത്ത, അള്ളാഹുവിനെ അങ്ങേയറ്റം ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു സംഗതി നടക്കുന്ന ദിവസമാണ് ഡിസംബർ 25, ക്രിസ്മസ് ദിവസം. കച്ചവടക്കാരെല്ലാവരും ഹാപ്പി ക്രിസ്മസ് പോസ്റ്റർ അടിച്ചു. എന്തിനാ? കച്ചവടത്തില് ഒരു ലാഭത്തിന് വേണ്ടിയും, അല്ലെങ്കിൽ ജനങ്ങളെ അവരവരുടെ ബിസിനസ്സിലേക്ക് ആകർഷിപ്പിക്കാൻ. അവർക്ക് ദീനുമായിട്ട് എന്ത് കൂറാണുള്ളത്? അവർക്ക് എന്ത് ഇസ്ലാം അറിയാം? അള്ളാഹുവിന് മകനുണ്ട്, അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഒരിക്കലും അള്ളാഹു ഉൾക്കൊള്ളാത്ത, അള്ളാഹു ഇഷ്ടപ്പെടാത്ത, അത്രയും അള്ളാഹു വെറുത്ത ഒരു സംഗതിയെ ആഘോഷമാക്കുന്നു ഒരു വിഭാഗം ആളുകൾ. ആ വിഭാഗം ആളുകളുടെ ആഘോഷത്തിൽ പങ്കുകൊള്ളാൻ ഒരു മുസ്ലിമിന് എങ്ങനെയാണ് കഴിയുക? നോർമൽ ചിന്തിച്ചാൽ മതി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ ഒരു വിഷയത്തെ പറഞ്ഞതുപോലെ ശക്തമായിട്ട് മറ്റൊരു വിഷയം അള്ളാഹു സംസാരിച്ചിട്ടില്ല. അള്ളാഹു പറയാണ് വഖാലുത്തഖദർ റഹ്മാനു വലദാ. റഹ്മാനായ അള്ളാഹുവിന് അവർ സന്താനത്തെ ഉണ്ടാക്കി. അള്ളാഹ് ശക്തമായി കോപത്തിന്റെ ഭാഷയിൽ അള്ളാഹ് പറയാണ്, കോപത്തിന്റെ ഭാഷയിൽ അള്ളാഹ് പറയാണ്, അവർ റഹ്മാനായ അള്ളാഹുവിന് സന്താനത്തെ ഉണ്ടാക്കി. വഖാലു, അവര് പറഞ്ഞു, ഇത്തഖദർ റഹ്മാനു വലദാ, റഹ്മാനായ അള്ളാഹ് അവൻ സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ട്. അള്ളാഹു പറയാണ് ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, നിങ്ങൾ ആ പറഞ്ഞത് വലിയ ഗൗരവമുള്ള വാക്കാണ് കേട്ടോ. അള്ളാന്റെ ശക്തമായ വാക്കുകളാണ്. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, നിങ്ങൾ വന്നത് വലിയ ഗൗരവമുള്ള വാക്കും കൊണ്ടാണ്. ആ പറഞ്ഞത് വലിയ ഗൗരവമുള്ള വാക്കാണ്, തമാശയല്ല. നിങ്ങൾ നിസ്സാരമായി കാണേണ്ട വാക്കല്ല അത്. ഉടമസ്ഥനായ അള്ളാഹുവിനെ, ഏകനായ അള്ളാഹുവിന്റെ പേരിൽ അവൻ സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ ആ വാക്ക് അത് വളരെ ഗൗരവമുള്ളതാണ്. അതിന്റെ ഗൗരവം എത്രയാണെന്ന് അള്ളാഹു അടുത്ത ആയത്ത് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു പറഞ്ഞു തകാദു സമാവാതു യതഫത്തർന, ആകാശം തകർന്നു പോകുമാറ്, തകർന്ന് വിള്ളൽ വരുമാറ്, വതൻശഖുൽ അർദ്, ഭൂമി വിണ്ട് കീറുമാറ്. നമ്മൾ വളരെ ഗൗരവത്തിൽ പ്രിയപ്പെട്ടവരെ ഈ ആയത്തുകൾ എടുക്കണം. അള്ളാഹുവിനെ കോപം ഉണ്ടാക്കുന്ന ഒരു വിഷയത്തെ അള്ളാഹുവിന്റെ കോപം, അല്ലെങ്കിൽ അവനവൻ തുടങ്ങി വെച്ച ബിസിനസിന്റെ ലാഭത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായ നസാറാക്കളായ ആളുകളിൽ നിന്നും എന്തെങ്കിലും ഒരു സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പറഞ്ഞ തോന്നിവാസം ചെയ്യാൻ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് കഴിയുക? റാസിഖായിട്ട് ആരെയാണ് ആ മുസ്ലിം കാണുന്നത്? അവന്റെ കച്ചവടത്തിന് ലാഭം നൽകേണ്ടവൻ ആരാണെന്നാണ് അവൻ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇല്ല. ഒരുപാട് ആളുകൾ എന്റെ ഫോണിൽ ഒരുപാട് സ്റ്റാറ്റസിലുണ്ട്. അത്ര ശക്തമായ അപകടമാണത്. ചെറിയ കുട്ടികൾക്ക് അന്നത്തെ ദിവസം സ്റ്റാറുകൾ വാങ്ങിക്കൊടുക്കുന്നവരുണ്ട്. നമുക്ക് അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ വലിയൊരു അടിസ്ഥാനപരമായ വിഷയമാണ്, തൗഹീദിന്റെ വിഷയമാണ്, ഷഹാദത്തിന്റെ വിഷയമാണ്, അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നിസ്സാരമായി കാണരുത്. ശക്തമായിട്ട് എതിർക്കേണ്ടതും ഒരു നിലക്കും അംഗീകരിക്കാൻ പാടില്ലാത്തതും ഒരു രീതിയിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്തതുമായ ആഘോഷമാണ്. പക്ഷെ മുസ്ലിമീങ്ങൾ എല്ലാവരും അതിന്റെ കൂടെയുണ്ട്, എല്ലാ തരത്തിലുള്ള ആഘോഷത്തിലും. ഓണം വന്നപ്പോഴും അതുപോലെയാണ്. അതും നമുക്ക് വിഷയമല്ലപ്പ, അതൊന്നും നമ്മൾ വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും വലിയ കാര്യം അത് തഹജ്ജുദ്കാരാണ്. തഹജ്ജുദ്കരിച്ചാൽ മതി, എല്ലാം ഓക്കെയാണ്. ദുഹാസ്കരിച്ചാൽ മതി, എല്ലാം ഓക്കെയാണ്. നമ്മൾ വെറുതെ അടി ഉണ്ടാക്കണ്ട, നമ്മൾ വെറുതെ കുഴപ്പമുണ്ടാക്കണ്ട. നമ്മൾ എന്തിനാ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് വെറുതെ ആളുകൾക്കിടയിൽ തെറ്റിക്കുന്നത്? എന്താണ് നല്ല മനുഷ്യന്മാര്, എന്ത് നല്ല സ്വഭാവമുള്ള ആളുകൾ, എന്ത് നല്ല ഉത്കൃഷ്ട സ്വഭാവമുള്ളവര്, അവരെ എതിർക്കൂല. എങ്ങനെ അവര് ക്രിസ്മസിന് നമ്മളടുത്ത് നിന്ന് കേക്ക് വാങ്ങി കഴിക്കാറുണ്ട്, അവർക്ക് പ്രശ്നമൊന്നുമില്ല. എന്ന കുറച്ച് വേറെ മുസ്ലിമീങ്ങളുണ്ട്, അവർക്കാണ് ഈ പ്രശ്നം. എങ്ങനെ അവർക്കാണ് ഈ പ്രശ്നം. ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും കുറച്ച് ആളുകൾ അങ്ങ് ഇറങ്ങും, അവർക്ക് ഇതാ പണി, അതിനെതിർക്കുക. നമ്മുടെ നാട് അത് സൗഹൃദമായി പോകുന്ന നാടല്ലേ, എല്ലാ മതവും ഒരുപോലെ സന്തോഷത്തോട് കഴിയുന്ന നാടല്ലേ എന്ന് പ്രസംഗിക്കുന്ന മുസ്ലിം, എന്ന ആളുകൾക്കിടയിൽ കാര്യങ്ങൾ സംസാരിക്കുന്ന മുസ്ലിം. പ്രിയപ്പെട്ടവരെ, അവരെ എങ്ങനെയാണ് ഇസ്ലാമിന്റെ അഡ്രസ് നമുക്ക് അവരെ കുറിച്ച് സംസാരിക്കാൻ പറ്റുക? എന്ത് മുസ്ലിമാണ് അവർ? ആലോചിക്കണം നമ്മള്. അള്ളാഹുവിനെ കോപിപ്പിക്കുന്ന, അള്ളാഹുവിനെ വെറുപ്പിച്ച ഒരു ദിവസത്തെ ആഘോഷമാക്കി അള്ളാഹുവിന്റെ കോപത്തെ കൂടുതലാക്കുന്നവർ അവരെങ്ങനെ മുസ്ലിമാവുക? എന്നിട്ട് നമ്മൾ നല്ല ആളുകൾ, നമ്മൾ ആരോട് ഉടക്കുന്നില്ല, നമ്മൾ ആരോട് അടിപിടിക്കില്ല. ഇസ്ലാം പറയുന്നത് സൗമ്യമാവണം എന്നാണ്. അവർക്ക് എന്ത് തിരിഞ്ഞു? എവിടെ സൗമ്യമാവണം, എവിടെ സൗമ്യനാവണം? ആദർശത്തിന്റെ വിഷയത്തിലോ മറ്റ് മതങ്ങളുടെ ആചാരത്തെ, ഓരോരോ മതത്തിനും അവരുടെ ആചാരങ്ങളിൽ ആ മതത്തിൻ്റെതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ മതത്തിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ആഘോഷങ്ങൾ അവർ തർത്തീവ് ചെയ്യുന്നത്. അവരുടെ മതത്തിന്റെ വിശ്വാസത്തിന് അടിസ്ഥാനത്തിലാണ് അവർ ഓരോ ദിവസത്തെയും ഓരോ സമയത്തെയും ഓരോന്നിനെയും അവർ തർത്തീവ് ചെയ്യുന്നത്. ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഡ്രസ്സിൽ അവരുടെ മതത്തിന്റെ ആദർശവുമായിട്ട്, അവരുടെ വിശ്വാസവുമായിട്ട് ബന്ധമുണ്ട്. അവരുടെ മധുര പലഹാരങ്ങൾ കൊടുക്കലിൽ അവരുടെ വിശ്വാസവുമായിട്ട് ബന്ധമുണ്ട്. അവരുടെ അപ്പൂപ്പ മെറലിൽ അവരുടെ വിശ്വാസവുമായിട്ട് ബന്ധമുണ്ട്. എല്ലാ നിലക്കും വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ആഘോഷത്തെ നമ്മളെങ്ങനെ ആഘോഷാക്കുക?
ആഘോഷങ്ങളല്ലേ, ഒരു സന്തോഷമല്ലേ എന്ന് ഇവിടെ നിസ്സാരമാക്കണം. ഇനി വരാൻ പോവുകയാണ് ജനുവരി അല്ലെ, ഡിസംബർ ലാസ്റ്റ് ദിവസം ന്യൂ ഇയർ ആഘോഷിക്കാണ് മുസ്ലിം. നമ്മൾ പറഞ്ഞു ആഘോഷങ്ങളുടെ അടിസ്ഥാനം അത് ഹറാമാണ്. വർഷം തീരുമ്പോൾ ആ ദിവസത്തെ പ്രത്യേകമായി കണ്ട് ആഘോഷിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചോ? നമ്മൾ എന്തിനാ പ്രിയപ്പെട്ടവരെ ഇസ്ലാം പഠിപ്പിക്കാത്തത്? എന്തിനാണ് നമ്മൾ ചെയ്യേണ്ടത്? അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്തത് എന്തിനാ നമ്മൾ ചെയ്യണം? നമുക്ക് എന്തിനാണ് ആവശ്യം? നമുക്ക് പഠിപ്പിച്ചത് തന്നെ ചെയ്യാൻ ഒരുപാടുണ്ട്. പെരുന്നാളിന് രാവിലെ നിസ്കാരം കഴിഞ്ഞിട്ട് പോയി ഉറക്ക ആ ദിവസം മുഴുവനും. ആരാഘോഷിക്കുന്നേ? നമ്മളൊന്ന് ആലോചിക്കും. ഈദുൽ ഫിത്റിനെയും ഈദുൽ അദ്ഹയെയും ആഘോഷമാക്കുന്ന മുസ്ലിമാരുള്ള ആരുമില്ല. അവർക്ക് ആഘോഷിക്കാൻ നബിദിനം, ആഘോഷിക്കാൻ ക്രിസ്മസ്, ആഘോഷിക്കാൻ ഓണം. എന്നാൽ ബലിപെരുന്നാളിന് അറക്കുന്നവരറക്കും, അല്ലാത്തവർ പോയി ഉറങ്ങും. ഈദുൽ ഫിത്തർ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ. രാവിലത്തെ ഭക്ഷണം കഴിച്ചാൽ ആഘോഷിക്കേണ്ട ദിവസമാണ്. കുടുംബക്കാരോടൊത്ത് എല്ലാ വീട്ടിലും പോയി സന്ദർശിക്കേണ്ട ദിവസമാണ്. ഈദാക്കേണ്ട ദിവസമാണ്. അള്ളാഹുവിന്റെ റസൂൽ കുട്ടികൾ കളിക്കുമ്പോ അതിനെ തടഞ്ഞപ്പോ അബൂബക്കറെ കളിക്കട്ടെ അവർ, ഇന്ന് നമ്മുടെ ആഘോഷത്തിന്റെ ദിവസമല്ലേ, എന്ന് ആഘോഷിക്കട്ടെ അവർ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആ ആഘോഷത്തിന്റെ ദിവസത്തെ ആഘോഷമാക്കാൻ ഇന്ന് ആരുമില്ല അല്ലെ? പെരുന്നാളുടെ ദിവസം അങ്ങനെയാണ്. ആരാ പ്ലാൻ ചെയ്തത്? പെരുന്നാളുടെ ദിവസത്തിൽ നമുക്കിന്ന് പ്രത്യേക പരിപാടികൾ വെക്കണം, നമുക്ക് കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കൂടണം, നമുക്ക് ഇന്ന് ആഘോഷ ദിവസമാക്കണം? ഇല്ല. അതേ സ്ഥാനത്ത് ഓണവും ക്രിസ്മസും ആഘോഷിക്കാൻ, ന്യൂ ഇയർ ആഘോഷിക്കാൻ ആളുകൾ, മുസ്ലിമീങ്ങൾ, ഹറാമാണ്. നമുക്ക് പാടില്ല. ഒരു വർഷം തീരുന്നു, ആയുസ് തീരുന്നു. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലെ ഖബറിലേക്ക് അവൻ കൂടുതൽ അടുക്കുകയാണ്, അവന്റെ മരണത്തിലേക്ക് അവൻ അടുക്കുകയാണ്. അവന്റെ ഒരു വർഷം കൂടി കഴിഞ്ഞു. അള്ളാഹു അവന് ഔദാര്യമായി നൽകിയ ആയുസ്, ഔദാര്യമായിട്ട് അള്ളാഹു കനിഞ്ഞു നൽകിയ ഒരു വർഷം അവനിൽ നിന്ന് കഴിഞ്ഞുപോയി. എന്ത് ഞാൻ ഈ വർഷത്തിൽ ചെയ്തു? എന്താണ് അള്ളാഹുവിന് വേണ്ടി ഞാൻ എൻ്റെ ആയുസ്സിൽ, അള്ളാഹു എനിക്ക് നൽകിയ ആയുസ്സിൽ ഞാൻ ചെയ്തത്? അള്ളാഹു എന്റെ നിഅമത്തിനെ കുറിച്ച് നാളെ ആഖിറത്തിൽ ചോദിക്കുമ്പോൾ നിനക്ക് ഇത്ര വയസ്സ് ഞാൻ തന്നില്ലേ എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ വയസ്സ് ജീവിച്ച ആളുകൾ നാളെ ആഖിറത്തിൽ അള്ളാഹിന്റെ മുമ്പിൽ പ്രയാസപ്പെടും. നിഅമത്താണ് ആയുസ്, നിഅമത്താണ്. ഇത്രയും ആയുസ് ഞാൻ നിനക്ക് തന്നിട്ടും നീ എന്ത് ചെയ്തു എന്ന് അള്ളാഹു ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയണം. നിഅമത്തിന് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. ഓരോ നിഅമത്തും അള്ളാഹു ചോദിക്കും. അപ്പൊ ഒരു വർഷം തീരുമ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ബേജാറ് വേണം. കഴിഞ്ഞൊരു വർഷം കഴിഞ്ഞു, ആ വർഷത്തെ റമദാൻ കഴിഞ്ഞു, ആ വർഷത്തെ പെരുന്നാൾ കഴിഞ്ഞു, ആ വർഷത്തെ ദുൽഹിജ്ജ കഴിഞ്ഞു, ആ വർഷത്തെ ശഅബാൻ കഴിഞ്ഞു, ആ വർഷത്തെ റജബ് കഴിഞ്ഞു, ആ വർഷത്തിലുള്ള മുഹറം കഴിഞ്ഞു, ആ വർഷത്തിലുള്ള പ്രത്യേകമായതെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത വർഷത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഈ വർഷത്തിലെ റമദാനിൽ ഞാൻ ഉണ്ടോ? ഈ വർഷത്തിലെ ദുൽഹിജ്ജ 10 എനിക്ക് കിട്ടോ? ഈ വർഷത്തിലെ മുഹറം എനിക്ക് കിട്ടോ? ഈ വർഷത്തിലുള്ള ഇന്ന പ്രത്യേകമായ ദിവസങ്ങൾ അതെനിക്ക് ഭാഗ്യം ഉണ്ടാവോ എന്ന് വ്യാകുലതപ്പെടേണ്ട മുഅ്മിൻ, എന്നത് ആലോചിച്ച് ബേജാറാവേണ്ട മുസ്ലിം, അള്ളാഹുവിനോട്, അള്ളാഹുവേ നീ ഒരു വർഷം എനിക്ക് ആയുസ് നീട്ടിത്തന്നു, അള്ളാഹ് ഈ വർഷവും എനിക്ക് ഈ റമദാനിൽ പങ്കെടുക്കാൻ, ഈ റമദാനിൽ ഇബാദത്ത് ചെയ്യാൻ എനിക്ക് ആയുസ് നീ വർദ്ധിപ്പിക്കണേ എന്ന് ദുആ ചെയ്യേണ്ട മനുഷ്യൻ ആഘോഷിക്കാണ്. ഒരു ദിവസം കഴിഞ്ഞതിന്, വരാൻ പോകുന്നതിനല്ലേ, കഴിഞ്ഞതിന് ആഘോഷിക്കാണ്. ഹറാമാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ കാർക്കശ്യത്തോടു കൂടി കാണേണ്ട സംഗതികളാണ്. എന്തിനേയും ആഘോഷമാക്കുന്നവർ സന്തോഷിക്കുന്നതിനെ എന്തിനാണ് നമ്മൾ വെറുക്കുന്നത്? സന്തോഷിക്കേണ്ടവരല്ല നമ്മൾ, ആഘോഷിക്കേണ്ടവരല്ല നമ്മൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു മതമുണ്ട്, നമുക്കൊരു ദീനുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തന്ന റസൂലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്നതിന്റെ അപ്പുറം നമുക്കൊരു ആഘോഷം വേണ്ട, അതിന്റെ അപ്പുറം നമുക്കൊരു ഉല്ലാസമോ ആഹ്ലാദമോ വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടവരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ പാത നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ശിബ്റൻ ബിശിബ്ർ വദിറാഅൻ ബിദിറാഅ്, മുഴത്തിന് മുഴമായും ചാണിന് ചാണായും നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അവർ ഉടുമ്പിന്റെ മാളത്തിലേക്ക് പോയി ഒളിച്ചാൽ നിങ്ങൾ അവരുടെ പിന്നാലെ
പോയി അവരെ പിന്തുടരും, ഉടുമ്പിന്റെ മാളത്തിലേക്ക് പോലും ആ രൂപത്തിൽ നിങ്ങൾ അവരെ പിന്തുടരും. സഹാബാക്കൾ ചോദിച്ചു, നബിയെ ഇത് നസാറാക്കളെ കുറിച്ചും ജൂതന്മാരെ കുറിച്ചാണോ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പിന്നെ ആരെക്കുറിച്ചാ? നമ്മൾ ആലോചിക്കും, ഇന്ന് മുസ്ലിമീങ്ങളുടെ ആചാരം അത് നസാറാക്കളുടെ ആചാരമാണ്. ഇന്ന് മുസ്ലിമീങ്ങളുടെ ആഘോഷം അത് ജൂതന്മാരുടെ ആഘോഷമാണ്. ഇസ്ലാം പഠിപ്പിച്ച ആഘോഷം വെറും രണ്ട് ആഘോഷം, ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്റും. അത് ആഘോഷമായിട്ട് കാണാനേ മുസ്ലിമിന് താല്പര്യമില്ല, അന്ന് ഉറങ്ങി തീർക്കാണ്. അതേ സ്ഥാനത്ത് ജൂതന്മാരുടെ ആഘോഷത്തെ ആഘോഷമായി കണ്ട് പ്രത്യേക ഡ്രസ്സ് എടുത്ത് പ്രത്യേകമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി, പ്രത്യേകമായ വേഷധാരികളായി പ്രത്യേകമായ പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്ത് ആ രൂപത്തിൽ ജൂതന്മാരുടെ ആഘോഷത്തെ ആഘോഷമാക്കുന്ന മുസ്ലിം, നസാറാക്കളുടെ ആഘോഷത്തെ ആഘോഷമാക്കുന്ന മുസ്ലിം, എന്നിട്ട് മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുക ഇല്ല. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ രൂപത്തിലേക്കാണ് മുസ്ലിമീങ്ങൾ പ്രിയപ്പെട്ടവരെ പോകുന്നത്. നമ്മൾ മാറണം. അള്ളാഹു റസൂൽ ആഘോഷിക്കാൻ പറഞ്ഞത് മതി, നമുക്കതിനപ്പുറം ഇല്ല. നമുക്കാരെയും ബോധിപ്പിക്കാനില്ല. നമ്മുടെ ആദർശം ഭദ്രമാണ്. ആർക്ക് മുമ്പിലും ആരെയും ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മുമ്പിലും എന്തെങ്കിലും സൗമ്യനാവാനോ നല്ലവനാവാനോ നല്ലവൻ ചമയാനോ സ്വന്തം ആദർശത്തെ പണയം വെക്കരുത്. അത് ഓഗസ്റ്റ് 15 ശരി, അത് മറ്റെന്തെങ്കിലും ആഘോഷമായാലും എന്താഘോഷമായിക്കോട്ടെ അസ്ല ഹറാമാണ്. നമുക്കൊരു നിലക്കും അതിനെ ആഘോഷിക്കാനുള്ള പെർമിഷൻ നമുക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. യഥാർത്ഥമായ ആദർശത്തെ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് ജനങ്ങൾക്ക് പഠിപ്പിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങൾ ഒരുപാടാണ്. അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു നമുക്കത് പുറത്തു നൽകുമാറാവട്ടെ. أقول قولي هذا وأستغفر الله لي ولكم ولجميع المسلمين والمسلمات واستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته.